അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട എന്താണെന്ന് വെച്ചാൽ മീരം നേരെ മുർത്തിസിമിൻ്റെ വീട്ടിൽ നിന്നൊരു വർക്കറിൻ്റെ കാറും എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. എന്നിട്ട് കാറാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ട് ഇടിക്കുകയും ചെയ്യും. അപ്പം മുർത്തിസിം വന്ന് മുർത്തിസിം അവളെ ചേസ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം കാറിടിച്ച് മുർത്തിസിം അവിടെ ചെന്ന് നോക്കുന്ന നേരം അവൾ ബോധമില്ലാണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടി മുർത്തിസിം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവൾക്ക് ബോധം വരുന്നു. അപ്പോൾ പിന്നെ ബോധം വരുന്നതൊക്കെ മുർത്തിസിം ഇങ്ങനെ അറിയുന്നില്ല. ബോധം വന്നതും അവൾ മുർത്തിസിമിൻ്റെ കൂടെ താങ്ക് യു, താനെന്തിനാണ് അങ്ങോട്ടൊക്കെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നില്ല. അന്നേരം പറഞ്ഞു എന്ത് ചെയ്യാനാ, എൻ്റെ ഫിയാൻസി ആയിപ്പോയില്ലേ എന്നൊക്കെ മുർത്തിസിം ഇങ്ങനെ പറയും. അന്നേരം മീര പറയും ഞാൻ തൻ്റെ ഫിയാൻസി ഒന്നും അല്ല എന്നിങ്ങനെ പറയും. അന്നേരം മുർത്തിസിം പറയും അത് നമുക്ക് രണ്ടാൾക്കും അറിയാം, പക്ഷെ ബാക്കിയുള്ള മുഴുവൻ ലോകത്തിനും നമ്മുടെ ഫാമിലിക്ക് മുമ്പിൽ നമ്മൾ അങ്ങനെയാണ് എന്നൊക്കെ പറയും. അന്നേരം മീര പറയും എന്നാൽ പോയി അവരോട് പറ നമ്മൾ അങ്ങനെയല്ല എന്നൊക്കെ, എന്നാൽ പിന്നെ നിനക്ക് പറയരുത് എന്നുള്ളതിൽ മുർത്തിസിം. അങ്ങനെ പിന്നെ കാണുന്നത് ഹയ ആണെങ്കിൽ മീരബിന് എന്തെങ്കിലും പറ്റണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കുകയായിരിക്കും. അന്നേരം അപ്പം മറിയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല, അത് ഒന്നാമത് ഒരാളെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോശമാണ്, അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ ഹയനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമായിരിക്കും. കാണിക്കുന്നത് നമ്മുടെ ഫ്രണ്ടും റോഹലിനെയാണ്. റോഹൽ ഇങ്ങനെ പറയും മീരബ് എവിടെയുള്ളത് എന്ന്. അന്നേരം ഇവളെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കും അവൾ വില്ലേജിലാണ്, എന്നാൽ പിന്നെ നമുക്ക് അവളെ പോയി രക്ഷിക്കണം, അവളെ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ. നേരെ ഇവളിങ്ങനെ പറഞ്ഞു കൊടുക്കും നമുക്ക് അറിയാലോ ബർത്ത്ഡേൻ്റെ അന്ന് എന്തെല്ലാം സംഭവിച്ചത്, എന്താണ് അവളിങ്ങോട്ട് വരട്ടെ, കറാച്ചിയിലേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് മീരബിൻ്റെ അമ്മ മീരബിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്, മോൾ നീ എന്ത് പണിയായി കാണിക്കുന്നത്, ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇനി എന്തിനെത്തിക്കുന്നതെന്നൊക്കെ. അന്നേരം മീര പറയും നിങ്ങളെന്താ അമ്മ കളിക്കുന്നത്, എനിക്ക് എൻ്റെതായ ഇഷ്ടമില്ലേ, അതിലൊന്നും നിങ്ങൾ കൂട്ടു നിൽക്കുന്നില്ലല്ലോ, പിന്നെ ഞങ്ങളെന്താ പറയുന്നത്. അന്നേരം അങ്ങനെയൊന്നും പറയില്ല മോളെ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ അമ്മയും നിസ്സഹായാവസ്ഥയിൽ നോക്കും. പിന്നെ കാണിക്കുന്നത് നമ്മളെ മുർത്തിസിൻ്റെ അങ്കിള് ഇങ്ങനെ ആധാരമൊക്കെ എഴുതി കൊടുക്കില്ലേ, അങ്ങനെ ചെയ്യുന്നതാണ്. ഓൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് മൊത്തം ഇങ്ങനെ മാറ്റി മീരബിൻ്റെ പേരിലേക്ക് ആക്കുകയാണ്. അന്നേരം അത് കണ്ടിട്ട് മുർത്തിസിമിൻ്റെ അമ്മ വന്ന് ചോദിക്കും ഇതെന്താണ് എന്നൊക്കെ. അന്നേരം അൻവർ പറയും ഇതൊക്കെ എത്തേണ്ട കൈകളിലേക്ക് ഇങ്ങനെ ഞാൻ എഴുതി കൊടുക്കാൻ, നമുക്ക് എന്താ എപ്പോഴാണെന്നും സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. പിന്നെ കാണിക്കുന്ന മീരബാണ്. മീരബ് ഇങ്ങനെ താഴോട്ടും മേലോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കുന്ന കണ്ടിട്ട് മുർത്തിസിം വന്ന് പറയും ഇല്ലില്ല ഇവിടുന്ന് വീണാൽ ചാകുമൊന്നുമില്ല, ജസ്റ്റ് കൈ ഒഴിയുള്ളൂ. അത് കേട്ട സമയത്ത് മീര പറയും ഒന്ന് നോക്കൂ സൗണ്ട് ഇടുന്ന വന്നതെന്ന്. അന്നേരം മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കും മുഖത്തിനൊക്കെ എന്തെങ്കിലും പറ്റിയായിരിക്കും, ചിലപ്പോൾ 2-3 കാലും കൊടിയായിരിക്കും, പക്ഷെ എന്തായാലും ചാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അന്നേരം മീര പറയും തൻ്റെ കാര്യം നോക്കി പോടുന്ന് പറയും. എന്തായാലും നമ്മുടെ കല്യാണം നടക്കത്തില്ല, എനിക്ക് തന്നെ കല്യാണം കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവർ എപ്പം കണ്ടാലും ഉള്ള പോലത്തെ അടി തുടങ്ങും. എന്നാൽ പിന്നെ ഇത് നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നും പറഞ്ഞ് മുർത്തിസിം പറയും. അന്നേരം മീരബ് ഇതൊക്കെ കേട്ടിട്ട് എന്നും പറഞ്ഞ് അങ്ങ് പോവും, ദേഷ്യം പിടിച്ച് തന്നെ അങ്ങ് പോവും. പിന്നെ അടുത്ത ദിവസം മീരബ് അവിടുത്തെ അമ്മയും വക്കാസും പിന്നെ അങ്കിളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പറയും വാ അച്ഛാ നമുക്ക് കറാച്ചി പോകാമെന്നൊക്കെ അപ്പം ഇങ്ങനെ പറയും. അന്നേരം എല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കുന്ന വാ അച്ഛാ നമുക്ക് കറാച്ചി പോകാമെന്നൊക്കെ പറയും. അന്നേരം ഈ അമ്മ ഈ കുട്ടി എന്തെങ്ങനെ എന്നൊക്കെ ഉള്ളതിലായിരിക്കും എല്ലാവരും ഉള്ളത്. അന്നേരം പറയും ഇച്ചിരി റെസ്പെക്റ്റ് ഒക്കെ ആവുമെന്ന് പറയും. അന്നേരം എനിക്ക് തരാത്ത റെസ്പെക്റ്റ്, എൻ്റെ ഡിസിഷന് തരാത്ത റെസ്പെക്റ്റ് ഞാൻ എന്തിന് നിങ്ങൾക്ക് തരണം, റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമാണ്, കിട്ടിയാൽ മാത്രമേ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാം. അന്നേരം അമ്മ ചോദിക്കും അല്ല മീരബ് ചോദിക്കും ഞാൻ എന്തിനാണ് താങ്കളുടെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന്. അതൊക്കെ ഹയ കേൾക്കുന്നുണ്ട്. അന്നേരം മുർത്തിസിമിൻ്റെ അമ്മ പറയും കാരണം ഞങ്ങൾ നിൻ്റെ ഫാമിലിയിൽ എൽഡേഴ്സാണ് എന്നൊക്കെ പറയും. അന്നേരം ഈ അമ്മ പറയും വക്കാസെ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ മീരബ് അച്ഛനെയും കൂട്ടി വാ അച്ഛാ നമുക്ക് കറാച്ചി പോകാമെന്ന് പറയുന്ന നേരം അച്ഛൻ ഇങ്ങനെ പറയും ഞാൻ എൻ്റെ അച്ഛനല്ല എന്ന് പറയും. അന്നേരം ഇതും കേട്ടിട്ട് മീരബിനാകെ സങ്കടം, ഞാൻ നിങ്ങളെ കറാച്ചിയിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതുകൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്, അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയാം. അന്നേരം മീരബിൻ്റെ അടുത്ത് അച്ഛൻ പറയും അല്ല അതാണ് സത്യം, ഞാനല്ല നിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ഇതൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തിലായിരിക്കും മീരബിന് ഇത്രയും കാലം അച്ഛാന്ന് വിളിച്ചത് അച്ഛനും അല്ല, കല്യാണമാണെങ്കിൽ വേറെ ഇഷ്ടമല്ലാണ്ട് ഉറപ്പിക്കുകയും ചെയ്തു. അന്നേരം സംഭവം അൻവർ അങ്കിളില്ലേ അതായിരിക്കും ശരിക്കും നമ്മുടെ മീരബിൻ്റെ അച്ഛൻ. അതൊക്കെ ഇങ്ങനെ പറയും, ഈ ഹോളിൽ വെച്ച് ഇവർ പറയും. അങ്ങനെ ഹയ ഇതൊക്കെ വന്ന് മറിയത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. അപ്പം മറിയ ഇങ്ങനെ പറയും ഇത്രയും കാലം ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മറിയത്തിന് സന്തോഷം, ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് നമ്മൾ ജസ്റ്റ് അങ്കിളുടെ ഫ്രണ്ടിനെയാണ്, പക്ഷേ ഇപ്പം നമ്മുടെ ഫാമിലി തന്നെയാണ്, മുർത്തിസിം കല്യാണം കഴിക്കുന്ന ഒരു പ്രശ്നമില്ല. അന്നേരം ഹയ ഇങ്ങനെ മറിയത്തിൻ്റെ കൈ പിടിച്ചപ്പോൾ മുർത്തിസിം എൻ്റെതാണ്, മറ്റൊരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹയക്ക് പ്രാന്തായ പോലെയുള്ള
സീൻസ് വീണ്ടും തുടങ്ങും. ഇതൊക്കെ കേട്ടിട്ട് അമ്മ വരും. അമ്മ വരുന്ന സമയത്ത് ഇവളിങ്ങനെ പറയുന്നുണ്ടാവും എന്തായാലും ഓൻ എൻ്റെ തന്നെയാണ് എന്നൊക്കെ. അന്നേരം ഈ അമ്മ ചോദിക്കും ആര് എന്ന് ചോദിക്കും. അമ്മ എന്നിട്ട് വന്ന് ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഇവളും ഞെട്ടിയിരിക്കുകയായിരിക്കും. അമ്മ ചോദിക്കും ആര്, എന്താ, ഓൻ്റെ ഫാമിലി എങ്ങനെയാണ്, ഓനെങ്ങനെയാണ്, എനിക്കറിയാവോ എന്നൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആരാണ് നീ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാം. അന്നേരം ഹയ നേരെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മുർത്തിസമാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അതും കൂടെ കേട്ടാൽ അമ്മക്ക് ട്രിഗറായി. അമ്മ നേരെ ഒരൊറ്റയടിയായിരുന്നു. മുർത്തിസിമിൻ്റെ നിങ്ങളെന്തിനാണ് മീരബിനെ കൊണ്ട് കല്യാണം കഴിക്കുന്നത്, ഓന് ഇഷ്ടം കൂടെ അല്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മ ഒരൊറ്റയടിയായിരിക്കും. അതും കൂടെ മറിയ ഷോക്കായി. ഹയക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്നെ കല്യാണം കഴിപ്പിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈ അമ്മ. അപ്പോൾ അതേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ബൈ ബൈ.